നമ്മുടെ ചാനൽ ആക്ച്വലി ഹോൾ വീഡിയോസ് ചെയ്തിട്ടുള്ളത് വളരെ കുറവാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഹോൾ വീഡിയോ ആണ്. ഈ ഹോൾ വീഡിയോ കാണുന്നതിന്റെ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് എങ്ങനെയുണ്ട്, ഈ പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങളും വാങ്ങേണ്ടതുണ്ടോ എന്നറിയാൻ പറ്റും. ബിക്കോസ് എല്ലാ പ്രൊഡക്റ്റും ഒന്നും എനിക്ക് വർക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അല്ല. എന്തിനാണ് ഞാൻ ആ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതും ഞാൻ പറയാം. പല സ്ഥലത്തു നിന്നായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സും ബോഡി കെയർ പ്രൊഡക്ട്സും മേക്കപ്പ് പ്രൊഡക്ട്സും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഹോൾ വീഡിയോ ആണിത്. ആൻഡ് ഓരോ പ്രൊഡക്റ്റിനെയും നമ്മൾ ഇന്ന് റേറ്റ് ചെയ്തും കൂടെ പോകാമെന്ന് വിചാരിക്കുക. വെൽക്കം ബാക്ക് ടു വീണ സിന്നർസെൽ. ഞാൻ വീണ. പ്രൊഫഷണൽ വൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ട്രൂ നേറ്റീവിന്റെ അഡ്വാൻസ്ഡ് കൊളാജൻ പെപ്റ്റൈഡ്സ് ആണ്. ഞാൻ കൊളാജൻ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങളെ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ്. ഏറ്റവും ആദ്യം ഞാൻ ബോൾഡ് ഫിറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ കൊളാജൻ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് HK വൈറ്റൽസിന്റെ യൂസ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഷിക് ന്യൂട്രിക്സിന്റെ യൂസ് ചെയ്തിരുന്നു. ഇത്രയാണ് ഞാൻ മേജർ ആയിട്ട് ഇത്രയും നാളിനുള്ളിൽ കാണിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഈ ഒരു കൊളാജൻ യൂസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടല്ലോ, അത് ഇടയ്ക്ക് വെച്ചങ്ങ് നിന്നുപോയി. കഴിക്കാനുള്ള ഒരു മടി മൊത്തത്തിലുള്ളതുകൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഞാൻ വിറ്റമിൻ സി പോലും ഞാൻ ലിംസി ടാബ്ലറ്റ് വാങ്ങാനുള്ള കാരണം എനിക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുള്ളതുകൊണ്ടാണ്. സോ അങ്ങനെ ഞാനൊന്ന് ടേസ്റ്റ് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ ട്രൂ നേറ്റീവിന്റെ ഈ ഒരു കൊളാജൻ പെപ്റ്റൈഡ്സ് വാങ്ങിയത്. ഇതിനൊരു ലിച്ചി പ്ലസ് കോക്കനട്ട് അങ്ങനെയുള്ള ഒരു ഫ്ലേവർ ആണ് ഇതിനുള്ളത്. ആൻഡ് ഇതിനകത്ത് ഷുഗർ ഫ്രീക്ക് പകരമുള്ളത് മോങ് ഫ്രൂട്ടിന്റെ എക്സ്ട്രാക്റ്റ് ആണ്. മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇത് വാങ്ങി യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് ലിച്ചിയുടെ ഒരു ഫ്ലേവർ ആണ്. പിന്നെ അതിന്റെ ഒരു സ്മെല്ലും ഭയങ്കര നല്ലതാണ്. സോ എനിക്കിത് കുടിക്കാൻ തോന്നും. ശ്രദ്ധിച്ചിട്ടുള്ള ഒരേ ഒരു കാര്യം, വെറും കൊളാജൻ അല്ല ഞാൻ വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിനകത്ത് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 3 ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. കൊളാജൻ പെപ്റ്റൈഡ്സ് ആണോ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് നമുക്കൊരു റേറ്റിംഗ് വൈസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ റിസൾട്ട് ഒന്നും കണ്ടു തുടങ്ങിയിട്ടില്ല. റിസൾട്ട് ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിന്റെ റിസൾട്ട് ഇങ്ങനെ ഓവർനൈറ്റ് കാണാൻ പറ്റുന്നതുമല്ല. ഈവൻ ദോ ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു അതായത് അതിൻ്റെ ഒരു ക്വാളിറ്റി വൈസ് ഞാൻ പഠിച്ചത് വെച്ചിട്ടും റിസർച്ച് ചെയ്ത് നോക്കിയത് വെച്ചിട്ടും അതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും കുടിക്കാനുള്ള ഒരു താല്പര്യവും അതൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 7 ഔട്ട് ഓഫ് 10 നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ബോഡി കെയർ പ്രൊഡക്റ്റ് ആണ്. ഇത് ഹിബിസ്കസ് മങ്കി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഇൻഷവർ മോയ്സ്ചറൈസർ. ഇൻഷവർ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിയേറ്റൊക്കെ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് എല്ലാം ഡ്രൈ ആക്കിയ സ്കിന്നിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമല്ലോ. ഇതിനകത്ത് അങ്ങനെ ചെയ്യേണ്ട. ഷവറിൽ നിന്നിട്ട് തന്നെ നനവുള്ള ബോഡിയിൽ തന്നെ അത് അവിടെ വെച്ച് തന്നെ ഇത് യൂസ് ചെയ്യാം. ആൻഡ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇത് ക്ലെയിം ചെയ്യുന്നത് ഇതൊരു നൈറ്റ് വരെയൊക്കെ അങ്ങനെ തന്നെ നിൽക്കും എന്നുള്ളതാണ്. ആ മോയ്സ്ചറൈസിങ് എഫക്റ്റ് അങ്ങനെ തന്നെ നിൽക്കും എന്നുള്ളതാണ്. പക്ഷേ ഞാനത് യൂസ് ചെയ്തു, ഞാനത് കുറേ തവണ യൂസ് ചെയ്തു. എനിക്ക് ഒരു നോർമൽ മോയ്സ്ചറൈസർ അല്ലാതെ സെപ്പറേറ്റ് യൂസ് ചെയ്യുന്ന വാസലിൻ്റെ ഒക്കെ ബോഡി ലോഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇത് ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഭയങ്കരമായിട്ട് ഇതിന് ഭയങ്കര ഡിമാൻഡ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ബിക്കോസ് ഇതിന്റെ ഒരു ഇന്നോവേറ്റീവ് ആ ടെക്നോളജി കൊണ്ടായിരിക്കാം ഇൻഷവറിൽ യൂസ് ചെയ്യുക എന്നുള്ളതും വെള്ളത്തിന്റെ പുറത്തു കൂടി യൂസ് ചെയ്യുക എന്നുള്ളതും എന്നിട്ട് അതിന്റെ ഒരു ആ മോയ്സ്ചറൈസിങ് എഫക്ട് നിൽക്കുക എന്നുള്ളതും ഒക്കെ. ഞാനിതിന്റെ ഒരു മോയ്സ്ചറൈസിങ് എഫക്ട് ഒരു രാത്രി വരെയൊക്കെ നിൽക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും ഒരു മോയ്സ്ചറൈസിങ് എഫക്ട് ഉണ്ട്. നമുക്ക് മോയ്സ്ചറൈസർ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇത് വാങ്ങാവുന്നതാണ്. അതല്ലെങ്കിൽ ഒരു നോർമൽ മോയ്സ്ചറൈസർ തന്നെ ബോഡിയിൽ അപ്ലൈ ചെയ്താൽ മതിയാവുന്നതാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. ആൻഡ് ഇതിന്റെ ഒരു സ്മെല്ലാണെങ്കിലും നോർമലി ഒരു ആയുർവേദിക് സ്മെല്ല് പോലെയാണ്. ഇങ്ങനെയാണ് ഇതിന്റെ പമ്പ്. അത് ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോൾ അതിങ്ങനെ വരും. ഓയിലാണിത്. ഇതിനൊരു യൂക്കാലിപ്റ്റസ് അങ്ങനെയൊക്കെ പോലെയുള്ള ഒരു സ്മെല്ലാണ് ഇതിനുള്ളത്. അപ്പോൾ അത് ഭയങ്കര ഫാൻസി സ്മെല്ലൊന്നും അല്ല. നമുക്കത് അങ്ങനെയും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ബട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഞാനിതിന് ഒരു 4 ഔട്ട് ഓഫ് 10 കൊടുക്കും. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ സ്കീന എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ നയസിനമൈഡ് സിറമാണ്. ഞാൻ ഒരുപാട് നയസിനമൈഡ് സിറംസ് യൂസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും നയസിനമൈഡിന്റെ ഏതെങ്കിലും ഒരു സിറം എൻ്റെ കയ്യിൽ ഉണ്ടാവാറുമുണ്ട്. ഈ ഒരു സിറം എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇതിന് ഒരു ഇടുമ്പോൾ തന്നെ ഫേസിന് ഒരു ഗ്ലോ തരും. ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയായിരുന്നു അങ്ങനെ ഒരു ഗ്ലോ കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടിയപ്പോൾ. ആൻഡ് ഇതിന്റെ പാക്കേജിങ്ങും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പ്രത്യേകം ഒരു ലക്ഷറി ഫീൽ ഉണ്ട്. പിന്നെ ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് പെർഫ്യൂം ഉണ്ട്. ആ പെർഫ്യൂമും ഞാൻ നോർമലി സ്കിൻ കെയറിൽ പെർഫ്യൂംസ് ഉണ്ടാവുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. പക്ഷേ ഈ ഒരു പെർഫ്യൂം ഭയങ്കര കുറച്ചും കൂടി നമ്മളെ എനർജറ്റിക് ആക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര ഒരു റെജുവിനേഷൻ ഫീൽ അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് രാവിലെ എണീറ്റിട്ട് ഇതിടുമ്പോൾ. ആൻഡ് ഇതിന്റെ ഞാൻ ടെക്സ്ചർ വൈസ് ആണെങ്കിൽ അതൊരു ടെക്സ്ചർ അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഫിലിം പോലെ ഒരു അങ്ങനെയാണ് നമ്മുടെ ഫേസിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഉണ്ടാവുക. ഒരു 8.5 ഔട്ട് ഓഫ് 10 കൊടുക്കാം. ഞാനത് ആക്ച്വലി 9 or 10 കൊടുത്തേനെ. ഇതിനകത്ത് പെർഫ്യൂം ഉള്ളത് കൊണ്ട് മാത്രം ഞാനത് എല്ലാവർക്കും ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണം എന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു 8.5 ഔട്ട് ഓഫ് 10 കൊടുക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ക്ലേക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഈ 2 പ്രൊഡക്റ്റ് ആണ്. ഗ്ലോ മിസ്റ്റ് ആണ്. PDR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്. അതിപ്പോൾ ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്.
സോ ഇതിനകത്ത് വീഗൻ PDRN ഉണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. ആൻഡ് ഇത് അതിന്റെ റൈസ് ആൻഡ് സാക്കെ സ്ലീപ്പ് മാസ്ക് ആണ്. ഇത് രണ്ടും ഭയങ്കര ഗ്ലോയി സ്കിന്ന് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ക്ലേക്കോയുടെ ഈ ഒരു മിസ്റ്റ് ആക്ച്വലി ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. അത് നോർമലി ഏതൊരു ഗ്ലോ മിസ്റ്റ് പോലെയും മാത്രം ഫീൽ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ടുള്ള റിവ്യൂ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇത് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് ഭയങ്കര അടിപൊളിയാവും എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ പറഞ്ഞ വീഗൻ PDRN ഉള്ളതുകൊണ്ട് തന്നെ സ്കിൻ കെയറിൽ ഒരു ഭയങ്കര അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ എനിക്ക് പേഴ്സണലി അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് ഈ ഒരു മാസ്ക് ആണ്. ഇത് ഞാൻ കുറേ നാളായി കാർട്ടിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഇത് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിങ്ങനെ ജെൽ കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് ഫേസ് മാസ്ക് പോലെ അപ്ലൈ ചെയ്തിട്ട് മോയ്സ്ചറൈസർ പോലെ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിടന്നുറങ്ങാം. രാവിലെ എണീക്കുമ്പോഴേക്കും സ്കിന്ന് ഭയങ്കര ഹെൽത്തി ആയിട്ട് ഭയങ്കര പ്ലംപി ആയിട്ട് ഇരിക്കും. ഇതിനൊരു 6 ഔട്ട് ഓഫ് 10 കൊടുക്കാം. മാസ്കിനാണെങ്കിൽ 8 ഔട്ട് ഓഫ് 10 കൊടുക്കാം. വേറൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ട്രൂഡർമ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഐലെക്സ് അണ്ടർ ഐ ജെല്ലാണ്. ഇതുകൊണ്ട് ക്യാപ്പ് ഉണ്ടായിരുന്നു, ക്യാപ്പ് പോയി. ഇത് ഞാൻ ആദ്യത്തെ തവണ അല്ല യൂസ് ചെയ്യുന്നത്, ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുള്ളതാണ്, ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് മൊത്തത്തിൽ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസിന്റെ കാര്യത്തിലാണെങ്കിലും പഫിനെസ്, ഡാർക്ക് സർക്കിൾസ് അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ആകെ ഒറ്റ ഒരു കാര്യം, ഇതിന്റെ ഈ ആപ്ലിക്കേറ്റർ ആരും യൂസ് ചെയ്യരുതെന്നാണ് ഞാൻ പറയുക. ഡയറക്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യാം, പക്ഷേ ആപ്ലിക്കേറ്റർ യൂസ് ചെയ്യേണ്ട. ബിക്കോസ് അത് ഒരു എക്സ്റ്റേണൽ ഒരു സാധനം ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം ഫോഴ്സ് കൊടുക്കും നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. അതിന് പകരം ഇത് കയ്യിലെടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതിങ്ങനെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ടെക്സ്ചർ ഉള്ളത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇതൊരു ഫാർമസി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് നോർമലി ആമസോണിലുണ്ട്, പക്ഷേ ഫാർമസി പ്രൊഡക്റ്റ് ആണ്, വേറെ എവിടെയും അധികം കിട്ടില്ല. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മൾട്ടിപെപ്റ്റൈഡ് ഐ സിറംസ് ഒക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓർഡിനറിയുടെ ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിക്കോസ് അത് അത്ര കോസ്റ്റ്ലി ആയതുകൊണ്ട് അതിന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി വാങ്ങിയ ഒരു പ്രൊഡക്റ്റ് ആണ്. ആൻഡ് അമേസിംഗ് ആണ്. ഒരുപാട് പേർക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇത് ഒരുപാട് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. സോ ഇതിന്റെ ഒരു റേറ്റിംഗ് 9.5 ഔട്ട് ഓഫ് 10. അടുത്ത ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, ന്യൂമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ട്. ഒരു സ്കിൻ കെയർ ബ്രാൻഡാണ്, വളർന്നു വരുന്ന ഒരു ബ്രാൻഡാണ്, ഇന്ത്യൻ ബ്രാൻഡാണ്. ഈ ബ്രാൻഡിന്റെ കൊളാജൻ ജെല്ലിയും അതിന്റെ ആപ്ലിക്കേറ്ററും കൂടിയാണ്. കൊളാജൻ ക്രീംസ് അല്ലെങ്കിൽ കൊളാജൻ ജെല്ലി അല്ലെങ്കിൽ കൊളാജൻ ടോപ്പിക്കലി അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. ബിക്കോസ് സ്കിന്നിന്റെ ഉള്ളിലേക്ക് അത് പെനിട്രേറ്റ് ആയി പോവില്ല. ബിക്കോസ് അതിന്റെ മോളിക്യൂളിന്റെ സൈസ് അങ്ങനെ ആവുന്നതുകൊണ്ടാണ്. പക്ഷെ ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ ആ മോളിക്യൂൾ സൈസ് കുറച്ചും കൂടി ചെറുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഡീപ്ലി പെനിട്രേറ്റ് ആകും. ഇതിൽ തന്നെ ജെല്ലി ഉണ്ട്, കൊളാജൻ ജെല്ലി താഴെയുണ്ട്. ആൻഡ് ഇതിന്റെ LED ലൈറ്റ് ആണ്. ലൈറ്റ് തെറാപ്പി പോലെ, റെഡ് ലൈറ്റ് തെറാപ്പി പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ താഴെ കൊളാജൻ ജെല്ലി ഉണ്ട്. ഈ കൊളാജൻ ജെല്ലി ആക്ച്വലി ഇത് ഇതിനകത്തുള്ള തീർന്നു കഴിഞ്ഞാൽ ഇത് റീഫിൽ ചെയ്യാനും പറ്റും. ഇത് കംപ്ലീറ്റ് ആയിട്ട് വാങ്ങണം എന്നില്ല. ഓൾമോസ്റ്റ് ഒരു 1000 rupees അത്ര എന്തോ ഉള്ളൂ. ഐ മീൻ വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്, അപ്പോൾ അത്രേ ഉള്ളൂ. ആൻഡ് ദെൻ ഇത് അപ്ലൈ ചെയ്തിട്ട് ഈ കാണുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് നമ്മളിങ്ങനെ തിരിച്ചിട്ട് ഇതിങ്ങനെ എടുത്താൽ ഇതിങ്ങനെ കണ്ടാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ നമ്മുടെ സ്കിന്നിൽ എപ്പോൾ ഇത് ടച്ച് ചെയ്യുന്നോ അപ്പോൾ ഇതിന്റെ റെഡ് ലൈറ്റ് ഓൺ ആവും. കണ്ടോ? ഇനി ഈ ഒരു ഭാഗം ടച്ച് ചെയ്താലും അങ്ങനെ വരും. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ജെല്ലി എടുത്തു, ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഫേസിൽ വെച്ചിട്ട് ഇതിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 3 to 4 minutes അത്രയൊക്കെ മസാജ് ചെയ്താൽ മതി. ഭയങ്കര ബെസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന്റെ അവർക്ക് ഞാൻ നോക്കിയപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ ആക്ച്വലി ഹൈഡ്രേറ്റിങ്ങിന് വേണ്ടിയിട്ടും ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇതേപോലെ തന്നെ ബ്ലൂ ലൈറ്റ് വരുന്നത്. ഒരു 8 ഔട്ട് ഓഫ് 10 കൊടുക്കാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കൺസീലർ ആണ്. ഈ കൺസീലർ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ഷാർലറ്റ് ടിൽമറി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ കൺസീലർ ആണ്. എയർ ബ്രഷ് ഫ്ലോലെസ് ബ്ലർ കൺസീലർ എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ കോമ്പാക്ട് പൗഡർ ഭയങ്കര വൈറലാണ്. ഇവരുടെ ബോളിവുഡ് ഫ്ലോലെസ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര വൈറൽ പ്രൊഡക്റ്റ് ആണ്. ഇത് ഒരു റീസെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. എനിക്ക് കൺസീലറിൽ കുറേ അധികം കൺസേൺസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഒന്ന്, എന്റെ അണ്ടർ ഐ ഡ്രൈ ആണ്. സോ അതുകൊണ്ട് കുറച്ച് ഹൈഡ്രേറ്റിംഗ് ആയിരിക്കണം. ആൻഡ് ഓൾസോ കുറച്ച് കവറേജ് ഉണ്ടാവണം. എന്തായാലും കൺസീലർ ഇടുകയാണ്, സോ കവറേജ് ഉണ്ടായിരിക്കണം. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാ എൻ്റെ റിക്വയർമെന്റ് ബോക്സസ് എല്ലാം ടിക്ക് ആവുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ. കുറച്ച് മതി, പക്ഷേ നല്ല കവറേജ് ഉണ്ട്. ആകെ എനിക്ക് ഇതിനകത്തൊരു പ്രശ്നം തോന്നിയിട്ടുള്ളത് ഇതിന്റെ പാക്കേജിംഗ് ആണ്. പാക്കേജിങ്ങിന്റെ പ്രശ്നം വെച്ചാൽ ഇത് ഇങ്ങനെ ആവുന്നത് കൊണ്ട് തന്നെ നമ്മളിത് എടുത്തിട്ട് അടച്ചു വെക്കുമ്പോൾ ഇതുവഴി ലീക്ക് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ വോണ്ടും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. ഭയങ്കര പോയിന്റി ആയിരുന്നു. പക്ഷെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ കൺസീലറിന്റെ കാര്യത്തിൽ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയുക. ബിക്കോസ് സ്കിന്നിൽ ബേസ് പ്രൊഡക്ട്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ബേസ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ളത് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കും. 8 ഔട്ട് ഓഫ് 10 കൊടുക്കാം. ദെൻ ഞാൻ വാങ്ങിയിട്ടുള്ള 2 പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ഒന്ന് നൈക്കയുടെ ഈ ഐ ഷാഡോ പാലറ്റ് ആണ്. അതുപോലെ തന്നെ നൈക്കയുടെ
ഈ ബ്ലറിംഗ് പോട്ടാണ്. ഇത് ലിപ്സ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. സോ ഇത് ഒരു ബേസിക് ഐഷാഡോ ആണ്. ഞാൻ മുമ്പ് സ്വിസ് ബ്യൂട്ടിയുടെ അങ്ങനത്തെ 1-2 ഇതായിരുന്നു വാങ്ങിക്കൊണ്ടിരുന്നത്. ഇതിൽ എനിക്ക് കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആയിരിക്കണം എന്ന് എനിക്ക് തോന്നി. ആൻഡ് ദെൻ ഒരു ബ്ലാക്ക് വേണം എന്നും എനിക്ക് തോന്നി. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. ഒരു സ്മോക്കി എഫക്റ്റ് ഒക്കെ ഇടയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ 9 ഔട്ട് ഓഫ് 10 അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാലറ്റ് ആണ്. ആൻഡ് ദെൻ വരുന്നത് ഈ നൈക്കയുടെ ഒരു ബ്ലറിംഗ് പോട്ടാണ്. ഫീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ്, കൊറിയൻ ബ്രാൻഡ്, അവർ ആക്ച്വലി ബ്ലറിംഗ് പോട്ട് ആദ്യം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നൈക്കയിലൊക്കെ അവൈലബിൾ ആണ്, ടിറയിലൊക്കെ അവൈലബിൾ ആണ്. അതിനുശേഷം കുറേ അധികം ഇന്ത്യൻ ബ്രാൻഡ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഡിയാം ബ്യൂട്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നു. റീസെന്റ് ആണ് നൈക്ക അത് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി എനിക്ക് ഇതിന്റെ കളർ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ വേറെ എഴുതിയിരിക്കുന്നത് ആക്ച്വലി അതാണ്. അപ്പൊ ഇതിന്റെ കളർ എനിക്ക് ഇഷ്ടമായി. പക്ഷെ ഇതിന്റെ ആപ്ലിക്കേറ്റർ ഉണ്ടല്ലോ, ഇത് നമ്മൾ കൈകൊണ്ട് വിരലുകൊണ്ട് ഇടാമെന്ന് പറയും. പക്ഷെ വിരലുകൊണ്ട് ഇടുന്ന അത്ര ഭയങ്കര മെസ്സി ആവും എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ആപ്ലിക്കേറ്റർ വെച്ചാണ് ഇടാറുള്ളത്. ഈ ആപ്ലിക്കേറ്റർ സെപ്പറേറ്റ് തന്നെ വാങ്ങണം. സെപ്പറേറ്റ് വാങ്ങുമ്പോൾ ഇതിന് 299 എന്തോ ആണ്, ഇതിന് നോർമലി 599 അങ്ങനെ എന്തോ ആണ്. ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഭയങ്കര വിസിബിളും അല്ല, എന്നാൽ എന്താ പറയുക, ഭയങ്കര സട്ടിലും അല്ല, ഭയങ്കര ന്യൂഡും അല്ല, അങ്ങനത്തെ ഒരു കളറാണ്. ഫേസ് ബ്രൈറ്റനിങ് ആക്കുന്ന ഒരു ഷെയ്ഡാണ്. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല. ഞാൻ ഇതിന്റെ പുറത്ത് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പ്രൊഡക്റ്റും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത് കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യില്ല. പക്ഷെ ഇതിന്റെ ഫോർമുലേഷൻ വൈസ് ഇത് ലിപ്സ് ഭയങ്കര ബ്ലർ ആക്കുന്നത്, കംഫർട്ടബിൾ ആക്കുന്നത്, ടോണ്, ഇതെല്ലാം നല്ലതാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ടോട്ടലി ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് അത്ര വേർത്തിയാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് ഞാൻ പറയും. വേറെ ഇഷ്ടംപോലെ ലിപ്സ്റ്റിക് ഉണ്ട്. 6 ഔട്ട് ഓഫ് 10 അങ്ങനെ കൊടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നല്ലതുണ്ട്. നിങ്ങൾക്ക് റീഅപ്ലൈ ചെയ്യുന്നതൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ബ്ലഷ് ആയിട്ടൊക്കെ യൂസ് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ബ്ലഷ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഭയങ്കര ബ്ലറിങ് ആയിട്ടും ഭയങ്കര നന്നായിട്ടും ഇരിക്കും. ലിപ്സ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ പ്രശ്നമുള്ളത്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിയാം ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഒരു ഹൈഡ്ര ടിന്റ് ആണ്. ഷനേൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഹൈഡ്ര ടിന്റ് ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ ചെറിയ ബീഡ്സ് ഉണ്ടാവും. അപ്പോൾ ആ ബീഡ്സ് നമ്മൾ മെൽറ്റ് ചെയ്ത് എന്നിട്ട് അതിനുശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് അതിൻ്റെ ഒരു നോർമൽ ഇത്. അപ്പം ഷനേലിൻ്റെ ആ ഒരു അത്രയും ലക്ഷറി പ്രൊഡക്റ്റിൻ്റെ ഡ്യൂപ്പായിട്ടാണ് നോർമലി ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുന്നത്. പക്ഷേ ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലഷ് ആയിട്ട്. ഇതിൻ്റെ ഒരു കളർ എനിക്ക് ഇഷ്ടമാണ്. ഈ ഒരു ബ്രൈറ്റ് കളർ, പക്ഷെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടല്ല വരിക, സട്ടിലായിട്ടാണ് വരിക. അതെനിക്ക് ഇഷ്ടമാണ്. ആൻഡ് സ്റ്റിൽ ഇതിനൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ബീഡ്സ് ഇതൊന്നിങ്ങനെ ഷേക്ക് ചെയ്യണം, എന്നിട്ട് ഇതിങ്ങനെ ബീഡ്സ് എടുക്കണം. ബീഡ്സ് വളരെ കുറവാണ്. അതായത് ബീഡ്സ് ആണ് ശരിക്കും പിഗ്മെന്റേഷൻ തരുന്നത്. ബീഡ്സ് വളരെ കുറവും ലിക്വിഡ് കൂടുതലുമാണ്. ചില സമയത്ത് എടുക്കുന്ന സമയത്ത് ബീഡ്സ് തീരെ ഉണ്ടാവില്ല. ഈ ബീഡ്സും ഇതും കൂടെ നോർമലി നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് അത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പൊ അത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഏതർ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യാം, കൈ വെച്ച് അപ്ലൈ ചെയ്യാം. പക്ഷെ ഡയറക്റ്റ് ഇത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ഡയറക്റ്റ് ഇടുന്ന സമയത്ത് ലിക്വിഡ് മാത്രമായിരിക്കും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത് ഡിയാം ബ്യൂട്ടിയുടെ വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിയത്. ഇത് ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ബ്രഷും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബ്രഷ് നല്ല ബ്രഷാണ്, ഒരു ഫ്ലഫി ബ്രഷാണ്. ബ്ലഷ് പ്ലേസ്മെൻറ്റിനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള, ബ്ലഷ് ഒക്കെ അപ്ലൈ ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ബ്രഷാണ്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് ഇതിന്റെ കളർ വൈസ് നല്ലതാണ്. അതിന്റെ ഒരു ഫീൽ, ഇട്ട് കഴിയുമ്പോൾ ഉള്ളൊരു ഫീല് ഭയങ്കര നല്ലതാണ്. പക്ഷേ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെസ്സ് ഉണ്ടല്ലോ, ഒന്ന് കയ്യിലെടുത്ത് ഇവിടെ അപ്ലൈ ചെയ്ത് അതിനുശേഷം ഇവിടെ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് അങ്ങനെയൊക്കെ എടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ഫാൻസി പ്രൊഡക്റ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. വേറെ എത്രയോ ബ്ലഷസ് ഉണ്ട് ഇതേപോലത്തെ കളറിൽ, അത് നിങ്ങൾക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. ഇത് തന്നെ വാങ്ങണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഇതിന് രണ്ടിനും കൂടി ചേർത്തിട്ട് ഞാൻ ഒരു 7 ഔട്ട് ഓഫ് 10 കൊടുക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു പെർഫ്യൂമാണ്. പെർഫ്യൂം കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ട് ആക്ച്വലി. ഇതിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പെർഫ്യൂം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഞാൻ ഒരുവിധപ്പെട്ട പെർഫ്യൂംസ് എല്ലാം വാങ്ങി കുറച്ചാൾ കഴിയുമ്പോൾ എനിക്കത് ബോറടിക്കാൻ തുടങ്ങും. സോ ഇത് അജ്മൽ പെർഫ്യൂംസിന്റെ ഓറം കളക്ഷനിലെ ഓറം സമ്മർ ആണ്. ഈ ഒരു പെർട്ടിക്കുലർ വേരിയന്റ് ആണ് ഏറ്റവും ബെറ്റർ. ഇത് യൂണിസെക്സ് പെർഫ്യൂം ആണ്. ഇതിന്റെ ഒരു സ്മെല്ല് ബ്ലാക്ക് കറന്റ് അങ്ങനെയുള്ള കുറച്ച് ഫ്രൂട്ടി ആണ്. പക്ഷെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതിന്റെ ഈ ഒരു പെർഫ്യൂമിന്റെ സ്മെല്ല് എന്ന് പറയുന്നത് കുറച്ച് ക്ലാസ്സിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാസി ഫീൽ വേണം, എന്നാൽ അറ്റ് ദ സെയിം ടൈം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മെല്ല് വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇത് ഈസിലി ഒരു 8 hours ഒക്കെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബോഡിയിൽ യൂസ് ചെയ്യുന്നത് ഞാൻ പൾസ് പോയിന്റിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. സോ അങ്ങനെ ഒരു ഈസിലി ഒരു 8 hours ഒക്കെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ ആക്ച്വലി മിന്ത്രയിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. മിന്ത്രയിൽ നിന്ന് വാങ്ങിയപ്പോൾ ഈ ഒരു ചെറിയ കുട്ടി ബോട്ടിലിന് ഒരു 450 rupees അങ്ങനെയാണ് അതിൻ്റെ ഒരു റേറ്റ്. അതിൻ്റെ പാക്കേജിങ് മൊത്തത്തിൽ ഇതിൻ്റെ വലിയ ബോട്ടിലിൻ്റെ പാക്കേജിങ് ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പറയാം ഇതിന് ഒരു 9 ഔട്ട് ഓഫ് 10 കൊടുക്കാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റേസ് ബ്യൂട്ടിയുടെ ഗ്ലോസ് ലോക്ക് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ഐ ആം പ്രിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. ഐ ആം പ്രിറ്റി എന്ന് പറഞ്ഞ ഷെയ്ഡ് ഓൾമോസ്റ്റ് ലൈക്ക് ന്യൂഡ് പോലെയാണ്. പക്ഷെ എനിക്ക് എൻ്റെ ലിപ്സിൽ ഈ ML ബേബി ഷെയ്ഡ് പോലെയാണ്, അതായത് മൈ ലിപ്സ് ബട്ട് ബെറ്റർ വേർഷൻ അങ്ങനെ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ട്, ഇതൊരു മാറ്റ് ലിപ്സ്റ്റിക് ആണ്. നോർമലി മാറ്റ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ട് ഈ ഗ്ലോ സ്റ്റിക്ക് ഇത് അതിൻ്റെ മുകളിലൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യും. ഇത് പോവില്ല. ഗ്ലോസും കുറേ അധികം ലോങ് ലാസ്റ്റ് ചെയ്യും, ലിപ്സ്റ്റിക്ക് അവിടെ നിന്ന് പോവില്ല. അങ്ങനെയാണ്
ഇതിൻ്റെ ഒരു രീതി. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഇട്ടേക്കുന്നത്, ഞാൻ നിങ്ങളെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നൈക്കയുടെ ആ പോട്ട് ബ്ലറിങ് പോട്ടായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഞാൻ ഓൾറെഡി ഉള്ളത്. ആ ഇട്ടതിൻ്റെ പുറത്ത് കൂടി ഞാൻ ഈ ഗ്ലോ സ്റ്റിക്ക് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ലോങ് ലാസ്റ്റ് ചെയ്യാത്ത ലിപ്സ്റ്റിക് ആണെങ്കിലും ഇത് അതിൻ്റെ മുകളിൽ കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്ലോസി ഫീൽ കിട്ടുകയും ചെയ്യും. ആൻഡ് ഓൾസോ അത് ലോങ് ലാസ്റ്റിംഗും ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ റേറ്റ് ഒന്നും അത്ര വലിയ റേറ്റ് ഉള്ളതല്ല. സ്റ്റേസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് അങ്ങനെയാണ് ഇറക്കാറുള്ളത്. സോ ഇത് എനിക്ക് ഓവറോൾ എനിക്ക് ഇഷ്ടമായിട്ടുള്ളതാണ്. ഒരുപാട് തവണ ഞാനത് യൂസ് ചെയ്തിട്ടുള്ളതാണ്. 9 ഔട്ട് ഓഫ് 10 കൊടുക്കാവുന്നതാണ്. പിന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് ഈ ക്ലേക്കോയുടെ സൺഗ്ലേസ് വാട്ടർ ജെൽ സൺസ്ക്രീൻ ആണ്. ഞാനത് 2 പ്രൊഡക്റ്റ് ക്ലേക്കോയുടെ വാങ്ങിയത് കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഫ്രീബിയാണിത്. ഇതിനങ്ങനെ വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഏതൊരു കൊറിയൻ സൺസ്ക്രീൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഉള്ളത്. അങ്ങനെ വലുതായിട്ട് പ്രത്യേകതയുണ്ടെന്ന് പറയാനില്ല, എന്നാൽ വലുതായിട്ട് മോശം പറയാനും ഇല്ല. അങ്ങനത്തെ ഉള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ എല്ലാ സൺസ്ക്രീൻസും ഓൾമോസ്റ്റ് ഇത് തന്നെയാണ് ക്ലെയിം ചെയ്യുന്നത്. എല്ലാ സൺസ്ക്രീൻസും ഓൾമോസ്റ്റ് നല്ലതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ വാങ്ങണം എന്ന് ഞാൻ പറയുന്നില്ല. ഇതിനകത്ത് കൊടുത്തേക്കുന്നത് 399 ആണ് ഇത്രയുള്ള ഒരു പാക്കേജിന്. അപ്പോൾ അതെപ്പോഴും നഷ്ടമാണ്. സൺസ്ക്രീനൊക്കെ നമ്മൾ എപ്പോഴും റീപർച്ചേസ് ചെയ്യേണ്ട കാര്യമാണ്, എപ്പോഴും കയ്യിലുണ്ടാവേണ്ടതാണ്. സോ ഇത് വാങ്ങണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഡീസൻറ്റ് പ്രോഡക്റ്റ് ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ആകെയുള്ള ഒരു പ്രൈസ് പോയിന്റിന്റെ പ്രശ്നം മാത്രമാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 7 ഔട്ട് ഓഫ് 10 കൊടുക്കാം. ഇനിയുള്ളത് ലാസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. ലാസ്റ്റ് പ്രൊഡക്റ്റ് ഈ ഷുഗറിന്റെ ജെൽ ഐലൈനർ ആണ്. ഇത് എൻ്റെ റീപർച്ചേസ് ആണ്. ഓൾമോസ്റ്റ് ഒരു 4 ഇയേഴ്സ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങുന്ന ജെൽ ഐലൈനർ ഇതാണ്. ഇതിന്റെ പ്രത്യേകത ഇതിന്റെ അകത്ത് തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള വാണ്ട് ഉണ്ട് എന്നുള്ളതും, ഇത് ക്യാരി ചെയ്യാൻ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നല്ലതാണ്. ക്യാരി ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ജെൽ ഐലൈനേഴ്സ് നോർമലി കുറച്ച് പ്രൈസി ആണ്. ഈവൻ മെബിലിന്റെ പോലും കുറച്ച് പ്രൈസി ആണ്. മെബിലിന്റെ ഒക്കെ പക്ഷെ എൻ്റെ ഒരു പ്രശ്നം ഈ സെപ്പറേറ്റ് ബ്രഷ് കൊണ്ട് നടക്കുന്നത്, അത് ക്ലീൻ ചെയ്യുന്നത്, അതൊക്കെ എനിക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതാകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻബിൽറ്റ് ബ്രഷ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് കുറച്ചും കൂടെ എനിക്ക് കൺവീനിയന്റ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും പർച്ചേസ് ചെയ്യുന്നത്. എനിക്കിത് എപ്പോഴും ബെസ്റ്റ് ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഞാനൊരു 9 ഔട്ട് ഓഫ് 10 കൊടുക്കാം. ഞാൻ ഈ 9, 8.5 എന്നൊക്കെ പറയുന്നത് ആക്ച്വലി നല്ല റേറ്റിംഗ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. 10 എന്ന് കംപ്ലീറ്റ്ലി പറയാത്തത് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നത് കൊണ്ടാണ്. കുറച്ചും കൂടെ ബെറ്റർ ആക്കാം എന്ന് തോന്നിയിട്ടാണ്. ഇതിന്റെ ആണെങ്കിലും എനിക്ക് പറയാനുള്ളത് 9 ഒക്കെ കൊടുക്കുന്നതിന്റെ കാര്യം, 10 കൊടുക്കാത്തതിന്റെ കാര്യം വെച്ചാൽ ഈ ഒരു പാക്കേജിങ് ചില സമയത്ത് ഇവിടുന്ന് എവിടെയെങ്കിലും താഴെ വീഴുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇവിടുന്ന് പൊട്ടിപ്പോകും. അതൊക്കെയാണ് എൻ്റെ ഒരു ചെറിയ ഇൻകൺവീനിയൻസ് വെച്ചിട്ടാണ് ഞാൻ 10 കൊടുക്കാത്തത്. ബാക്കിയുള്ളതെല്ലാം പറഞ്ഞതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് വൈറൽ ആയിട്ടുള്ള പല പ്രൊഡക്ട്സും എനിക്ക് വർക്ക് ആയിട്ടില്ല. അത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ, ബൈ, ലവ് യു.